ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ ഗണിതത്തിലെ 2ാമത്തെ യൂണിറ്റായ സംഖ്യാലോകമാണ്. ഈ പാഠത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്തു നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും മറ്റു വീഡിയോകളും STD 5 2024 എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പേരും പെരുമയും. സംഖ്യകളെക്കുറിച്ച് പലതും പഠിച്ചല്ലോ. അറിയാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് അവിടെ എഴുതി കൊടുക്കൂ. അതിനും അപ്പുറം സംഖ്യകളില്ലേ? ഏറ്റവും ചെറിയ സംഖ്യയിൽ നിന്ന് തുടങ്ങി സംഖ്യകൾ വലുതാക്കിക്കൊണ്ടിരിക്കാൻ എളുപ്പമാണ്. നോക്കിക്കേ, ചെറിയ സംഖ്യ, അതായത് ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് 1 ആണ്. 1-ന് ശേഷം ഒരു 0 ഇട്ടാൽ 10 ആയി. 1-ന് ശേഷം 2 0 ഇട്ട് കൊടുത്താൽ അത് 100 ആയി. 1-ന് ശേഷം 3 0 ഇട്ട് കൊടുത്താൽ 1000 ആയി. 1-ന് ശേഷം 4 0 ഇട്ട് കൊടുത്താൽ 10,000 ആയി. ഇനി 1-ന് ശേഷം 5 0 ഇട്ടാൽ നമ്മൾ അതിനെ 1,00,000 എന്ന് വിളിക്കും. 1-ന് ശേഷം 6 0 ഇട്ടാൽ 10 ലക്ഷം എന്ന് വിളിക്കും. 1-ന് ശേഷം 7 0 ഇട്ടാൽ 1 കോടി എന്ന് വിളിക്കും. 1-ന് ശേഷം 8 0 ഇട്ടാൽ 10 കോടി എന്ന് വിളിക്കും. ഇനിയും ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട് സംഖ്യകൾ. ഇങ്ങനെ എഴുതുമ്പോൾ സംഖ്യകൾ വലുതാകുന്നത് എങ്ങനെയാണ്? സംഖ്യയിൽ 1 എന്ന അക്കത്തിൻ്റെ സ്ഥാനം ഇടത്തോട്ട് നീങ്ങുന്തോറും 10 മടങ്ങ് വലുതാകുന്നു. ആദ്യം 1 എന്ന സംഖ്യ നോക്കിക്കേ, 1ൻ്റെ സ്ഥാനത്താണ്. പിന്നെ നമ്മളത് 10ൻ്റെ സ്ഥാനത്തേക്ക് മാറ്റുന്നു. അപ്പോൾ അതിന് ശേഷം ഒരു 0 ഇട്ട് കൊടുക്കുന്നു. ഇനി ഒന്നുകൂടെ ഇടത്തോട്ട് മാറ്റുമ്പോൾ അത് 100ൻ്റെ സ്ഥാനമായി. ഒന്നുകൂടെ ഇടത്തോട്ട് മാറ്റുമ്പോൾ 1000ൻ്റെ സ്ഥാനമായി. ഒന്നുകൂടെ മാറ്റുമ്പോൾ 10,000ൻ്റെ സ്ഥാനമായി. അപ്പോൾ 1-നെ ഇനിയും ഇടത്തേക്ക് നീക്കി കൂടുതൽ വലിയ സംഖ്യകൾ ഉണ്ടാക്കിക്കൂടെ? ആകാം. നമ്മൾ നേരത്തെ പറഞ്ഞു, 1,00,000-ഉം 10 ലക്ഷവും 1 കോടിയും 10 കോടിയും എല്ലാം ആക്കാം നമുക്ക്. ഇനിയും പൂജ്യങ്ങൾ ചേർത്താൽ 10 കോടി, 100 കോടി എന്നിങ്ങനെ തുടരാം. വിദേശ രാജ്യങ്ങളിൽ ഈ ക്രമത്തിന് അല്പം വ്യത്യാസമുണ്ട്. അതായത് 1,00,000 എന്നതിന് 100,000, മില്യൺ കോടിക്ക് മില്യൺ, 10 മില്യൺ, 100 മില്യൺ, അതിനുശേഷം ബില്യൺ എന്നിങ്ങനെയാണ് വരുന്നത്. തുടർന്ന് 10 ബില്യൺ, 100 ബില്യൺ എന്നിങ്ങനെ 1000 ബില്യണെ ട്രില്യൺ എന്ന് വിളിക്കും. ഇത്ര വലിയ സംഖ്യകളുടെ ആവശ്യം എന്താണ്? നമ്മുടെ കേരളത്തിൽ എത്ര ആളുകളുണ്ടെന്നറിയാമോ? 2011 കണക്കെടുപ്പ് അനുസരിച്ച് ഏതാണ്ട് 3,40,00,000. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഏകദേശം 34 മില്യൺ. അപ്പോൾ ഇന്ത്യ മുഴുവൻ എടുത്താലോ 100 കോടിയേക്കാൾ അഥവാ 1 ബില്യണേക്കാൾ കൂടുതലുണ്ട്. ലോകം മുഴുവനാണെങ്കിലോ ഏതാണ്ട് 800 കോടി അഥവാ 8 ബില്യൺ. കുട്ടി സംഖ്യ. അമേരിക്കയിലെ ഒരു ഗണിതാധ്യാപകനായിരുന്നു എഡ്വേർഡ് കാസ്നർ. 9 വയസ്സുള്ള മരുമകൻ മിൽട്ടണ് കണക്കിൽ താല്പര്യമുണ്ടാക്കാനായി അദ്ദേഹം അവനോട് ചോദിച്ചു, 1 കഴിഞ്ഞ് 100 0 ഇട്ടാൽ കിട്ടുന്ന സംഖ്യയെ എന്തു വിളിക്കും? കുട്ടിയുടെ ഉത്തരം ഗൂഗോൾ എന്നായിരുന്നു. കാസ്നർ പിന്നീട് എഴുതിയ കണക്കും ഭാവനയും എന്ന പുസ്തകത്തിലൂടെ ഈ പേര് പ്രസിദ്ധമായി. ഇന്ന് ഇൻ്റർനെറ്റിൽ വിഷയങ്ങൾ തിരയാൻ ഉപയോഗിക്കുന്ന ഗൂഗിൾ എന്ന സംവിധാനത്തിന് പേരിട്ടത് ഈ സംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. 1-ന് ശേഷം കുറേ പൂജ്യങ്ങൾ മാത്രമുള്ള സംഖ്യകളെ ഇങ്ങനെയെല്ലാം പേരുകളിട്ട് പറയാം. അങ്ങനെയല്ലാത്ത സംഖ്യകളെയോ? ഉദാഹരണമായി 1 മുതൽ 9 വരെയുള്ള സംഖ്യകളെയെല്ലാം തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നത് നോക്കിക്കേ, ഈ ഒരു സംഖ്യയാണ്. ഈ സംഖ്യയെ എങ്ങനെ വായിക്കും? ഇടത്ത് നിന്ന് വായിച്ചു തുടങ്ങാം. ആദ്യത്തേത് 3 ആണ്. ഇനി 2 അക്കങ്ങൾ ചേർന്നാൽ 36 ആയി. 3 അക്കങ്ങൾ ചേർന്നാൽ 362 ആയി. 4 അക്കങ്ങൾ ചേർന്നാൽ 3628. 5 അക്കങ്ങൾ ചേർന്നാലോ 36,288. അത് 6 അക്കമായാൽ 3,62,880. നോക്കിക്കേ, അതിനെ നമുക്ക് ഇതുപോലെ സ്ഥാനവിലയുടെ അടിസ്ഥാനത്തിൽ എഴുതി നോക്കാം. ഏറ്റവും ഇടത് ഭാഗത്തുള്ളത് എന്താണ്? 1, 10, 100, 1000, 10,000, ലക്ഷം അങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിന് ഒരക്കം കൂടെ കൂടുതലുണ്ടെങ്കിൽ 10 ലക്ഷത്തിൻ്റെ ഒരു കോളവും വരച്ചു കൊടുക്കണം. ആ സംഖ്യ നമ്മൾ വായിക്കുന്ന സമയത്ത് ആദ്യം എവിടെ നിന്ന് തുടങ്ങുന്നു? ആദ്യം ഏത് സ്ഥാനത്താണോ ഉള്ളത്? ലക്ഷത്തിലല്ലേ? അപ്പോൾ 3 ലക്ഷത്തിലാണ് തുടങ്ങുന്നത്. 3 ലക്ഷത്തി, പിന്നെ 10,000ൻ്റെ സ്ഥാനത്ത് 6, 1000ൻ്റെ സ്ഥാനത്ത് 2, അപ്പോൾ 62,000. 100ൻ്റെ സ്ഥാനത്ത് 8, 10ൻ്റെ സ്ഥാനത്ത് 8, 1ൻ്റെ സ്ഥാനത്ത് 0, 880.
ഇതിനെ നമുക്ക് ഇങ്ങനെയല്ലാതെ അക്കങ്ങൾ എണ്ണിയും വായിക്കാം. എങ്ങനെയാണ്? ഒരക്ക സംഖ്യ എന്ന് പറയുന്നത് 1 മുതൽ 9 വരെയാണല്ലേ. രണ്ടക്ക സംഖ്യ 10 മുതൽ 99 വരെ, മൂന്നക്ക സംഖ്യ 100 മുതൽ 999 വരെ, നാലക്ക സംഖ്യ 1000 മുതൽ 9999 വരെ, അഞ്ചക്ക സംഖ്യ 10000 മുതൽ 99999 വരെ, ആറക്ക സംഖ്യ 1,00,000 മുതൽ 9,99,999 വരെ, ഏഴക്ക സംഖ്യ 10,00,000 മുതൽ 99,99,999 വരെ. ഇതിനിയും തുടരാം. എങ്കിൽ താഴെ തന്നിട്ടുള്ള ഈ സംഖ്യ നമുക്ക് എങ്ങനെ വായിക്കാം? തന്നിരിക്കുന്ന സംഖ്യ ഇവിടെ ഒന്ന് എഴുതി നോക്കൂ. 2, 3, 4, 5, 6, 7 അല്ലേ. എത്ര അക്കങ്ങളുണ്ട്? 6 അക്കങ്ങളാണ് ഉള്ളത്. 6 അക്കം എന്ന് പറയുമ്പോൾ എത്ര മുതലാണ് തുടങ്ങുന്നത്? ലക്ഷമാണ് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഏറ്റവും അവസാനം മുതലുള്ള സംഖ്യകളെ എഴുതി നോക്കാം. 7 വരുന്നത് 1ൻ്റെ സ്ഥാനത്ത്, 6 വരുന്നത് 10ൻ്റെ സ്ഥാനത്ത്, 5 വരുന്നത് 100ൻ്റെ സ്ഥാനത്ത്, 4 വരുന്നത് 1000ൻ്റെ സ്ഥാനത്ത്, 3 വരുന്നത് 10,000ൻ്റെ സ്ഥാനത്ത്, 2 വരുന്നത് ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് എന്നിങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങാം? ലക്ഷം മുതലാണ് വായിച്ചു തുടങ്ങേണ്ടത്. 2,34,567 എന്നാണ് ഈ സംഖ്യ വായിക്കുന്നത്. ഇനി നമുക്കൊരു പ്രവർത്തനം ചെയ്തു നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങൾ വായിക്കാമോ? ഒന്നാമത്തേത് നോക്കൂ. 2023 ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? ഈ സംഖ്യ എങ്ങനെ നമുക്ക് വായിക്കാം? ആദ്യം നമുക്ക് എഴുതി നോക്കാം. ഈ സംഖ്യ എഴുതി നോക്കാം. ഇനി സ്ഥാനവിലകൾ എഴുതൂ. 1ൻ്റെ സ്ഥാനത്ത് 9, 10ൻ്റെ സ്ഥാനത്ത് 6, 100ൻ്റെ സ്ഥാനത്ത് 5, 1000ൻ്റെ സ്ഥാനത്ത് 6, 10,000ൻ്റെ സ്ഥാനത്ത് 5, ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് 3. അപ്പോൾ ഈ സംഖ്യ എങ്ങനെ വായിക്കാം? 3,56,569 കിലോമീറ്ററും ഏറ്റവും കൂടിയ ദൂരം എങ്ങനെയാണ് ഇത് വായിക്കേണ്ടത്? സംഖ്യ ആദ്യം എഴുതി കൊടുക്കുക. 1ൻ്റെ സ്ഥാനത്ത് 8, 10ൻ്റെ സ്ഥാനത്ത് 5, 100ൻ്റെ സ്ഥാനത്ത് 4, 1000ൻ്റെ സ്ഥാനത്ത് 6, 10,000ൻ്റെ സ്ഥാനത്ത് 0, ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് 4. എത്രയാണ് ഏറ്റവും കൂടിയ ദൂരം? 4,06,458 കിലോമീറ്ററും ആണ്. എങ്ങനെയാണ് വായിച്ചതെന്ന് മക്കൾക്ക് മനസ്സിലായോ? എളുപ്പമാണ്. ആ സംഖ്യ എഴുതി കൊടുക്കുക. നമ്മൾ എന്നിട്ട് ശേഷം എന്ത് ചെയ്യുക? സ്ഥാനവിലകൾ എഴുതി നോക്കുക. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. 2011 കണക്കെടുപ്പ് പ്രകാരം കേരളത്തിലെ ജനസംഖ്യ ഡാഷും ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യ ഡാഷുമാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? സംഖ്യകൾ എഴുതി നോക്കുന്നു. എന്നിട്ട് സ്ഥാനവില നോക്കാം. ആദ്യത്തെ സംഖ്യ നോക്കിക്കേ. നമുക്ക് ഈ സംഖ്യയെ 1ൻ്റെ സ്ഥാനത്ത് 1, 10ൻ്റെ സ്ഥാനത്ത് 6, 100ൻ്റെ സ്ഥാനത്ത് 0, 1000ൻ്റെ സ്ഥാനത്ത് 6, 10,000ൻ്റെ സ്ഥാനത്ത് 0, ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് 4, 10 ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് 3, കോടിയുടെ സ്ഥാനത്ത് 3 എന്നിങ്ങനെ എഴുതാം. അപ്പോൾ എങ്ങനെ വായിക്കാം സംഖ്യ? 3,34,6,061 എന്നാണ് വായിക്കുന്നത്. അടുത്ത സംഖ്യയിലോ? ഒറ്റയുടെ സ്ഥാനത്ത് 7, 10ൻ്റെ സ്ഥാനത്ത് 7, 100ൻ്റെ സ്ഥാനത്ത് 9, 1000ൻ്റെ സ്ഥാനത്ത് 4, 10,000ൻ്റെ സ്ഥാനത്ത് 5, ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് 8, 10 ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് 0, കോടിയുടെ സ്ഥാനത്ത് 1, 10 കോടിയുടെ സ്ഥാനത്ത് 2, 100 കോടിയുടെ സ്ഥാനത്ത് 1. അപ്പോൾ നമുക്കെങ്ങനെ വായിക്കാം? 128,854,977 എന്ന് വായിക്കാം. അവസാനത്തേത് നോക്കൂ. 1 മുതൽ 11 വരെയുള്ള സംഖ്യകളുടെ ഗുണനഫലം ഡാഷ് ആണ്. എത്രയാണ്? ഈ സംഖ്യ എഴുതി നോക്കുക. സ്ഥാനവിലകൾ എഴുതി നോക്കൂ. 1ൻ്റെ സ്ഥാനത്ത് 0, 10ൻ്റെ സ്ഥാനത്ത് 0, 100ൻ്റെ സ്ഥാനത്ത് 8, 1000ൻ്റെ സ്ഥാനത്ത് 6, 10,000ൻ്റെ സ്ഥാനത്ത് 1, ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് 9, 10 ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് 9, കോടിയുടെ സ്ഥാനത്ത് 3. 3,99,16,800 എന്നാണ് ഈ സംഖ്യ വായിക്കേണ്ടത്. ഇപ്പോൾ മക്കൾക്ക് ഏകദേശം മനസ്സിലായോ എങ്ങനെയാണ് സംഖ്യകൾ വായിക്കേണ്ടത് എന്ന്? എളുപ്പമാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന സംഖ്യ എഴുതുക. എന്നിട്ട് സ്ഥാനവിലകൾ എഴുതി നോക്കുക. എത്ര വരെയുണ്ടോ അത്രയും എഴുതി നോക്കുക. എന്നിട്ട് ആ സ്ഥാനവിലകൾക്കനുസരിച്ച് സംഖ്യ വായിക്കുക. എങ്കിലിനി നമുക്ക് ഈ പ്രവർത്തനം ഒന്ന് ചെയ്താലോ? ഗ്രഹദൂരം. ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും കറങ്ങുമ്പോൾ സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദൂരവും അകന്നു പോകുന്ന ദൂരവുമാണ് ചുവടെയുള്ള പട്ടികയിൽ കിലോമീറ്ററുകളായി കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഈ സംഖ്യകൾ ഓരോന്നും വായിച്ചു നോക്കിയാലോ? നമ്മൾ പഠിച്ച എളുപ്പ വഴിയിലൂടെ ഇത് വായിച്ചു നോക്കാം. ആദ്യം എന്ത് ചെയ്യുന്നു? സ്ഥാനവിലകളെല്ലാം എഴുതി വയ്ക്കുന്നു.
1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 100 കോടി. ഇനി ഓരോന്നായിട്ട് ഓരോ സംഖ്യകൾ തന്നിട്ടുള്ള ഓരോ സംഖ്യകൾ എഴുതി നോക്കാം. ആദ്യം ബുധനിൻ്റേത് എഴുതി നോക്കൂ. സ്ഥാനവിലകൾക്കനുസരിച്ച് എഴുതി നോക്കൂ. ആ സംഖ്യ ഏതുവരെ വരുന്നുണ്ട്? കോടി വരെ വരുന്നുണ്ട് അല്ലേ? കുറഞ്ഞ ദൂരമാണ്. അപ്പോൾ 4,63,75,340 എന്നാണ് ഈ സംഖ്യ വായിക്കുന്നത്. ഇനി കൂടിയ ദൂരമോ? 7,03,10,999. അടുത്തത് ശുക്രൻ്റെ കുറഞ്ഞ ദൂരം. അത് 10 കോടി വരെ വരുന്നുണ്ട് അല്ലേ? എങ്ങനെ വായിക്കാം ഈ സംഖ്യ? 10,77,10,467. ഇനി കൂടിയ ദൂരം എഴുതി നോക്കൂ സ്ഥാനവിലകൾക്കനുസരിച്ച്. 10,92,06,446. അടുത്തത് ഭൂമിയുടെ കുറഞ്ഞ ദൂരം എത്രയാണെന്ന് എഴുതി നോക്കൂ. കണ്ടോ? ഇതെങ്ങനെ നമുക്ക് വായിക്കാം? 14,66,05,913. കൂടിയ ദൂരം എഴുതി നോക്കൂ. 15,25,89,828 എന്നാണ് ഈ സംഖ്യ വായിക്കേണ്ടത്. ഇനി ചൊവ്വയുടേത് എഴുതി നോക്കാം. സ്ഥാനവിലകൾക്കനുസരിച്ച് എഴുതി നോക്കൂ. 20,64,45,062. ഇനി ചൊവ്വയുടെ കൂടിയ ദൂരം എത്രയാണ് വരുന്നത് മക്കളെ? സംഖ്യ എഴുതി നോക്കൂ. ഈ സംഖ്യയെ നമുക്കെങ്ങനെ വായിക്കാം? 24,98,28,444. ഇനി അടുത്തത് വ്യാഴത്തിൻ്റെ കുറഞ്ഞ ദൂരം എത്രയാണെന്ന് എഴുതി നോക്കിക്കേ. 74,65,9,460. വ്യാഴത്തിൻ്റെ കൂടിയ ദൂരം എഴുതി നോക്കിക്കേ. ഈ സംഖ്യ നമുക്കെങ്ങനെ വായിക്കാം? 81,53,08,395. അടുത്തത് ശനിയാണ്. ശനിയുടേത് സ്ഥാനവിലയ്ക്കനുസരിച്ച് സംഖ്യ എഴുതി നോക്കൂ. ഇത് 100 കോടിയിൽ എത്തി അല്ലേ? അപ്പോൾ നമുക്കെങ്ങനെ വായിക്കാം ഈ സംഖ്യയെ? 134,78,76,815. കൂടിയ ദൂരമോ? 150,54,50,558. അടുത്തത് യുറാനസ് ആണ്. യുറാനസിൻ്റെ ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ് ഇങ്ങനെ വായിക്കുന്നത്? 273,40,46,49,076. ഇനി കൂടിയ ദൂരം എഴുതി നോക്കൂ. 300,54,24,222 എന്നാണ് ഈ സംഖ്യ വായിക്കേണ്ടത്. ഇനി നെപ്റ്റ്യൂണിൻ്റേതാണ് അവസാനമായിട്ട് നോക്കാനുള്ളത്. നെപ്റ്റ്യൂണിൻ്റെ കുറഞ്ഞ ദൂരം എഴുതി നോക്കിക്കേ മക്കളെ. സ്ഥാനവിലകൾക്കനുസരിച്ച് എങ്ങനെ വായിക്കാം നമുക്ക്? 445,80,16,547. കൂടിയ ദൂരം എത്രയാണ്? കണ്ടോ? ഈ സംഖ്യ നമുക്കെങ്ങനെ വായിക്കാം? 453,58,7,440. സ്ഥാനവിലകൾക്കനുസരിച്ച് എഴുതി നോക്കുമ്പോൾ വലിയ സംഖ്യകളെ വായിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നുന്നില്ലേ മക്കൾക്ക്? അങ്ങനെയാണെങ്കിൽ ഈ മെത്തേഡ് തന്നെ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യണേ. പെരുകുന്ന സംഖ്യകൾ 1, 2, 3 എന്നിങ്ങനെ 9 ഒരക്ക സംഖ്യകളെ ഉള്ളൂ. രണ്ടക്ക സംഖ്യകൾ എത്ര എണ്ണമുണ്ട്? അതായത് 10 മുതൽ 99 വരെയുള്ള സംഖ്യകൾ എത്ര എണ്ണമുണ്ട്? 99 കുറയ്ക്കണം 10 = 83 ചെയ്താൽ ഉത്തരം ശരിയാവുമോ? നമുക്ക് ഇങ്ങനെ ആലോചിക്കാം. 1 മുതൽ 99 വരെ 99 സംഖ്യകളുണ്ട്. അവയിൽ നിന്ന് 1 മുതൽ 9 വരെയുള്ള ഒരക്ക സംഖ്യകൾ മാറ്റണം. അതായത് 9 സംഖ്യകൾ മാറ്റണം. അപ്പോൾ 99 കുറയ്ക്കണം 9 = 90 സംഖ്യകൾ. അപ്പോൾ അതായത് 10 മുതൽ 99 വരെ ആകെ എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? 90 രണ്ടക്ക സംഖ്യകളാണ് ഉള്ളത്. ഇതുപോലെ എത്ര മൂന്നക്ക സംഖ്യകളുണ്ടെന്നും നമുക്ക് കണക്കാക്കാം. 1 മുതൽ 999 വരെയുള്ള സംഖ്യകളിൽ നിന്ന് 1 മുതൽ 99 വരെയുള്ള സംഖ്യകൾ മാറ്റിയാൽ പോരെ? അതായത് 999 കുറയ്ക്കണം 99 900 മൂന്നക്ക സംഖ്യകളാണ് ഉള്ളത്. ഇതുപോലെ നമുക്ക് മറ്റൊരു കണക്കാലോചിക്കാം. ആദ്യം നിസ്സാരമായൊരു ചോദ്യം.
1, 3 എന്നീ രണ്ടക്കങ്ങളും വരുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? 13ഉം 31ഉമാണെന്ന് നമുക്കറിയാം അല്ലേ? 1, 3, 5 എന്നീ മൂന്നക്കങ്ങളും വരുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? ഇത് കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലേ? രണ്ടക്ക സംഖ്യകളേക്കാൾ കൂടുതൽ മൂന്നക്ക സംഖ്യകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം 1ഉം 3ഉം ചേർന്ന രണ്ടക്ക സംഖ്യകൾ രണ്ടെണ്ണം ഉണ്ടല്ലോ. ഇവ ഓരോന്നിനോടും 5 എങ്ങനെയെല്ലാം ചേർത്ത് മൂന്നക്ക സംഖ്യ ഉണ്ടാക്കാം എന്ന് നോക്കിയാൽ മതി. അതായത് നമുക്കറിയാം 1ഉം 3ഉം വരുന്ന രണ്ടക്ക സംഖ്യകൾ എന്ന് പറയുന്നത് 13ഉം 31ഉമാണ്. ആദ്യം 13 എടുക്കുക. ഇനി 13ൻ്റെ ആദ്യം 5 ചേർത്ത് കൊടുക്കുക. അപ്പോൾ 513ആയി. ഇനി 13ൻ്റെ നടുവിൽ 5 ചേർത്ത് കൊടുക്കുക. അപ്പോൾ 153ആയി. ഇനി 13ൻ്റെ അവസാനം 5 ചേർത്ത് കൊടുക്കുക. അപ്പോൾ 135ആയി. ഇനി ഇതുപോലെ നമ്മൾ 5 ചേർത്തതുപോലെ 31ൽ നമ്മൾ എന്ത് ചെയ്യുക? 5 ചേർത്ത് കൊടുക്കുക. 31ൻ്റെ ആദ്യം 5 ചേർക്കുമ്പോൾ 531, 31ൻ്റെ നടുക്ക് 5 ചേർക്കുമ്പോൾ 351, 31ൻ്റെ അവസാനം 5 ചേർക്കുമ്പോൾ 315. ഇങ്ങനെ 6 മൂന്നക്ക സംഖ്യകളാണ് നമുക്ക് ഉണ്ടാക്കാനാവുന്നത്. അപ്പോൾ 1, 3, 5, 7 എന്നീ അക്കങ്ങളെല്ലാം വരുന്ന എത്ര നാലക്ക സംഖ്യകളുണ്ട് എന്നൊരു ചോദ്യം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം 1, 3, 5 വരുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ടെന്ന് നമ്മൾ കണ്ടു അല്ലേ? ഏതൊക്കെയാണ്? 513, 153, 135. അതുപോലെ തന്നെ 531, 351, 315 എന്നിങ്ങനെ 6 സംഖ്യകളുണ്ട്. ഇനി ഈ ഓരോ സംഖ്യകളുടെയും ഇടയിലായിട്ട് 7 നമ്മൾ ചേർത്ത് കൊടുത്താൽ നമുക്ക് നാലക്ക സംഖ്യകൾ ഏതൊക്കെ രീതിയിൽ വരും എന്ന് കണ്ടെത്താം. ആദ്യത്തെ സംഖ്യ 135ആണ്. 135നെ നമുക്ക് ഏതൊക്കെ രീതിയിൽ 7 കൊടുക്കാം? ആദ്യത്തിൽ 7. അപ്പോൾ 7135 എന്ന് വരുന്ന സംഖ്യ. ഇനി 1നും 3നും ഇടക്കായി 7. അപ്പോൾ 1735 എന്ന സംഖ്യ വരും. ഇനി 3നും 5നും ഇടയ്ക്കായി 7 കൊടുക്കുമ്പോഴോ 1375. പിന്നെ അവസാനത്തിൽ 7 കൊടുക്കുക. 1357. ഇനി അടുത്ത സംഖ്യ ഏതായിരുന്നു? 153 ആയിരുന്നു അല്ലേ? 153ന് ആദ്യത്തിൽ 7 കൊടുക്കുക. 1നും 5നും ഇടയ്ക്ക് 7 കൊടുക്കുക. 5നും 3നും ഇടയ്ക്ക് 7 കൊടുക്കുക. അവസാനത്തിൽ 7 കൊടുക്കുക. അപ്പോൾ നമുക്ക് 4 നാലക്ക സംഖ്യകൾ കിട്ടും. അടുത്ത മൂന്നക്ക സംഖ്യ 513 ആയിരുന്നു. ആദ്യത്തിൽ 513ൻ്റെ ആദ്യത്തിൽ 7 കൊടുക്കുക. 5നും 1നും ഇടയ്ക്ക് 7 കൊടുക്കുക. 1നും 3നും ഇടയ്ക്ക് 7 കൊടുക്കുക. അവസാനത്തിൽ 7 കൊടുക്കുക. അപ്പോൾ നമുക്ക് 4 നാലക്ക സംഖ്യകൾ കിട്ടുന്നു. ഇനി അടുത്ത മൂന്നക്ക സംഖ്യ 531ആണ്. 530ൻ്റെ ആദ്യത്തിൽ 7 കൊടുക്കുക. 5നും 3നും ഇടയ്ക്കായി 7 കൊടുക്കുക. 3നും 1നും ഇടയ്ക്കായി 7 കൊടുക്കുക. 531ൻ്റെ അവസാനത്തിൽ 7 കൊടുക്കുക. ഇപ്പോൾ 4 നാലക്ക സംഖ്യ കിട്ടിയില്ലേ? അടുത്ത സംഖ്യ 351ആണ്. 351ന് ആദ്യം 7 കൊടുക്കുക. 3നും 5നും ഇടയ്ക്ക് 7 കൊടുക്കുക. 5നും 1നും ഇടയിലായി 7 കൊടുക്കുക. 351ൻ്റെ അവസാനത്തിൽ 7 കൊടുക്കുക. ഇപ്പോഴും നമുക്ക് 4 നാലക്ക സംഖ്യകൾ കിട്ടിയില്ലേ? ഇനി അവസാനത്തെ സംഖ്യ എന്ന് പറയുന്നത് 315ആണ്. 315ൻ്റെ ആദ്യത്തിൽ 7 കൊടുക്കാം. 3നും 1നും ഇടയ്ക്കായി 7 കൊടുക്കാം. 1നും 5നും ഇടയ്ക്കായി 7 കൊടുക്കാം. 315ൻ്റെ അവസാനത്തിൽ 7 കൊടുക്കാം. ഇങ്ങനെയും നമുക്ക് 4 നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാം. ഇപ്പോൾ ആകെ എത്ര നാലക്ക സംഖ്യകളായി? 24 നാലക്ക സംഖ്യകളാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. അവസാനം 4 × 6 = 24 എന്നുത്തരം കിട്ടിയാൽ ആലോചന ശരിയായ വഴിക്കാണ് പോയത്. നമുക്ക് കിട്ടിയ ഉത്തരം 24 എന്ന് തന്നെയല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതിയ ഉത്തരം ശരിയാണെന്ന് നമുക്ക് പറയാം. ഉത്തരം വേറെയാണെങ്കിൽ മൂന്നക്ക സംഖ്യകൾ കണ്ടുപിടിച്ച രീതിയും ഇപ്പോൾ ചോദിച്ച ചോദ്യങ്ങളും അല്പം കൂടി മനസ്സിരുത്തി വായിക്കുക. ഇനിയിപ്പോൾ 1, 3, 4, 5 എന്നീ അക്കങ്ങളെല്ലാം വരുന്ന നാലക്ക സംഖ്യകൾ എത്രയെണ്ണമുണ്ടെന്ന് കണക്കാക്കിക്കൂടെ? അതുപോലെ തന്നെ 1 മുതൽ 9 വരെയുള്ള എല്ലാ അക്കങ്ങളും ഉപയോഗിക്കുന്ന എത്ര 9 അക്ക സംഖ്യകളുണ്ടെന്നും നിങ്ങൾക്ക് കണ്ടുപിടിച്ചൂടെ മക്കളെ? ഈ കണക്കുകളിലെല്ലാം 0 എന്ന അക്കം ഒഴിവാക്കിയത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്തുകൊണ്ടാണിത്? ഉദാഹരണമായി 0, 1, 3 എന്നീ അക്കങ്ങളെല്ലാം വരുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ടെന്ന് എങ്ങനെ കണക്കാക്കും? നേരത്തെ നമ്മൾ 1, 3, 5 ഇവ ഉപയോഗിച്ച് കണക്ക് കൂട്ടലിൽ എന്ത് വ്യത്യാസമാണ് വരുത്തേണ്ടത്? 0 ആദ്യ സ്ഥാനത്ത് എന്തായാലും വരില്ല. 0 ആദ്യ സ്ഥാനത്ത് വന്നാൽ ആ മൂന്നക്ക സംഖ്യ എന്നുള്ളത് എന്താവും? രണ്ടക്ക സംഖ്യയായി മാറും അല്ലേ? അപ്പോൾ സംഖ്യകളുടെ എണ്ണം 2 × 2 = 4 ആയിട്ട് മാറും.
ഇനി 0, 1, 3, 5 എന്നീ അക്കങ്ങളെല്ലാം വരുന്ന നാലക്ക സംഖ്യകളാണെങ്കിലോ? അപ്പോഴും ഇതുപോലെ തന്നെ നാലക്ക സംഖ്യകളിലെ 0 ആദ്യം വരുന്ന 4 നാലക്ക സംഖ്യകൾ എന്താവും? 3 അക്ക സംഖ്യകളായിട്ട് മാറും. അതായത് നമുക്ക് 6 മൂന്നക്ക സംഖ്യകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആകെ എത്ര നാലക്ക സംഖ്യ ഉണ്ടെന്ന് എങ്ങനെ പറയാം? 6 ഗുണിക്കണം 3 സമം 18 ആയിരിക്കും. ഇപ്പോൾ പറഞ്ഞ കാര്യം നമുക്ക് മറ്റൊരു വിധത്തിലും ആലോചിക്കാം. അതായത് 1, 3, 5, 7 എന്നീ അക്കങ്ങളെല്ലാം വരുന്ന 24 നാലക്ക സംഖ്യകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇവയിൽ 6 ആദ്യ അക്കം 7 ഇനി ഈ 7 പകരം 0 എടുത്താൽ ഈ 6 സംഖ്യകളും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആകെ സംഖ്യകൾ എന്ന് പറയുന്നത് ആകെയുള്ള 24 നിന്നും ഈ 6 കുറയ്ക്കുന്നതാണ്. അതായത് 24 കുറയ്ക്കണം 6 സമം 18. ഇനി നമുക്ക് ഏതാനും കണക്കുകൾ ചെയ്ത് നോക്കാം. ഒന്നാമത്തേത് നോക്കൂ. 0 എന്ന അക്കം വരുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? ഇതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം, രണ്ടക്ക സംഖ്യകൾ എന്ന് പറയുന്നത് 10 മുതൽ 99 വരെയാണ് അല്ലേ? ഇതിൽ 0 വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 10, 20, 30, 40, 50, 60, 70, 80, 90. അപ്പോൾ 9 സംഖ്യകളാണ് ഉള്ളത്. ഇനി 0 ഇല്ലാത്ത രണ്ടക്ക സംഖ്യകളോ? എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം, ആകെ രണ്ടക്ക സംഖ്യകൾ എന്ന് പറയുന്നത് എത്ര എണ്ണമാണ്? 90 എണ്ണമാണ് അല്ലേ? 10 മുതൽ 99 വരെയുള്ള സംഖ്യകൾ എന്ന് പറയുന്നത് 90 എണ്ണമാണ്. അതിൽ നിന്നും 0 എന്ന അക്കം വരുന്ന രണ്ടക്ക സംഖ്യകളായ ഈ 9 എണ്ണം കുറച്ചാൽ മതി. 90 കുറയ്ക്കണം 9 സമം എത്ര വരുന്നു? 81 ഉത്തരം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. രണ്ടാമത്തെ ചോദ്യത്തിൽ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ 2 0 എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? നമുക്കറിയാം, മൂന്നക്ക സംഖ്യകൾ എന്ന് പറയുന്നത് 100 മുതൽ 999 വരെയാണ് അല്ലേ? ഇതിൽ രണ്ടക്കങ്ങൾ 0 ആവുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 100, 200, 300, 400, 500, 600, 700, 800, 900. 9 എണ്ണമാണ് ഉള്ളത്. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, ഒരു 0 മാത്രമുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? അത് കാണുന്നതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു അക്കം മാത്രം 0 ആവുന്നതാണ് കേട്ടോ നോക്കേണ്ടത്. അപ്പോൾ 100, 200, 300 അങ്ങനത്തെ സംഖ്യകളൊന്നും പാടില്ല. അതിലൊക്കെ രണ്ടക്കങ്ങൾ 0 അല്ലേ? ഒരക്കം മാത്രമുള്ളത് ഏതൊക്കെയാണ്? 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 120, 130, 140, 150, 160, 170, 180, 190. ഇങ്ങനെ 100 മുതൽ 200ൻ്റെ ഇടയ്ക്ക് നമുക്ക് 18 സംഖ്യകൾ വരുന്നുണ്ട്, ഒരു അക്കം മാത്രം 0 ആയത്. ഇതുപോലെ തന്നെ 200 മുതൽ 300ൻ്റെ ഇടയ്ക്ക് ഇത് എങ്ങനെ വരും? ഇതുപോലെ തന്നെ 18 എണ്ണം വരും. 201, 202, 203 അങ്ങനെ 290 വരെ 18 എണ്ണം വരും. പിന്നെ 300 മുതൽ 400ൻ്റെ ഇടയ്ക്ക് ഇതുപോലെ 18 എണ്ണം വരും. 400 മുതൽ 500ൻ്റെ ഇടയ്ക്ക് 18 എണ്ണം വരും. 500 മുതൽ 600ൻ്റെ ഇടയ്ക്ക് 18 എണ്ണം. 600 മുതൽ 700ൻ്റെ ഇടയ്ക്ക് 18 എണ്ണം. 700ൻ്റെയും 800ൻ്റെയും ഇടയ്ക്ക് 18 എണ്ണം. 800ൻ്റെയും 900ൻ്റെയും ഇടയ്ക്ക് 18 എണ്ണം. 900ൻ്റെയും 999ൻ്റെയും ഇടയിലായിട്ട് 18 എണ്ണം. അങ്ങനെ 9 തവണ നമുക്ക് ഇതുപോലെ 18 തവണ സംഖ്യകൾ ആവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 9നെ 18 കൊണ്ട് ഗുണിച്ചാൽ എത്ര ഒരക്കം 0 എത്ര സംഖ്യകൾ കിട്ടുമെന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. 9 ഗുണിക്കണം 18 ചെയ്ത് നോക്കൂ. ഉത്തരം 162 എന്നാണ് വരുന്നത്. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കൂ. 0 ഇല്ലാത്ത എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? നമുക്കറിയാം, ആകെ മൂന്നക്ക സംഖ്യകൾ എന്ന് പറയുന്നത് എത്രയാണ്? 900 അതായത് 100 മുതൽ 999 വരെ ഉള്ള മൂന്നക്ക സംഖ്യകൾ 900 എണ്ണമാണ്. അതിൽ ഒരു 0 മാത്രമുള്ള മൂന്നക്ക സംഖ്യകൾ എന്ന് പറയുന്നത് 162. 2 0 മൂന്നക്ക സംഖ്യകൾ എന്ന് പറയുന്നത് 9. അപ്പോൾ ഇത് രണ്ടും അതിൽ നിന്ന് കുറച്ചാൽ നമുക്ക് 0 ഇല്ലാത്ത മൂന്നക്ക സംഖ്യകൾ കിട്ടുമല്ലോ. അതായത് 900 കുറയ്ക്കണം 162 കൂട്ടണം 9 സമം 900 കുറയ്ക്കണം 171 സമം 729 മൂന്നക്ക സംഖ്യകളാണ് 0 ഇല്ലാത്ത സംഖ്യകൾ. മൂന്നാമത്തെ ചോദ്യം നോക്കിക്കേ. ഒരക്കം തന്നെ ആവർത്തിച്ചു വരുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? ഒരക്കം തന്നെ 3 തവണ ആവർത്തിച്ചു വരുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? ഒരക്കം തന്നെ 2 തവണ ആവർത്തിച്ചു വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് മക്കളെ? 11, 22, 33, 44, 55, 66, 77, 88, 99. 9 എണ്ണമാണ് ഉള്ളത്. ഇനി 3 അക്കങ്ങളും ആവർത്തിച്ചു വരുന്ന മൂന്നക്ക സംഖ്യകൾ ഏതൊക്കെയാണ്? 111, 222, 333, 444, 555, 666, 777, 888, 999. അതും എത്ര എണ്ണമുണ്ട്? 9 എണ്ണമാണ് ഉള്ളത്. ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ. അക്കങ്ങളെല്ലാം തിരിച്ചിട്ടാലും മാറാത്ത സംഖ്യകളുണ്ട്. ഉദാഹരണമായി 46,764. നോക്കിക്കേ, ഇത് മുന്നിൽ നിന്ന് വായിക്കുമ്പോഴും
പിന്നിൽ നിന്ന് വായിക്കുമ്പോഴും നമുക്ക് 46,764 എന്ന് തന്നെയല്ലേ വായിക്കാൻ പറ്റുന്നത്. ഇത്തരം സംഖ്യകളെ ഇരുവഴി സംഖ്യകൾ അല്ലെങ്കിൽ പാലിൻഡ്രോമിക് നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഇനി ചോദ്യം എന്താണ്? രണ്ടക്ക സംഖ്യകളിൽ എത്ര എണ്ണം ഇരുവഴി സംഖ്യകളാണ്? നമുക്ക് മുന്നിൽ നിന്ന് വായിക്കുമ്പോഴും തിരിച്ചിട്ട് വായിക്കുമ്പോഴും ഒരുപോലെ വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 11, 22, 33, 44, 55, 66, 77, 88, 99. 9 സംഖ്യകളാണ് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? മൂന്നക്ക സംഖ്യകളിലോ? മൂന്നക്ക സംഖ്യകളിൽ ഇരുവഴി സംഖ്യകൾ വരാൻ എന്ത് വേണം? ആദ്യമുള്ള സംഖ്യയും അക്കവും അവസാനമുള്ള അക്കവും ഒന്നാവണം. നടുവിലുള്ള സംഖ്യകൾ മാറി മാറി വരാം. അങ്ങനെയുള്ള സംഖ്യകളല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സംഖ്യകൾ ഏതൊക്കെയാണ് മക്കളെ? 101, 111, 121, 131, 141, 151, 161, 171, 181, 191. അങ്ങനെ 10 എണ്ണം ഉണ്ടായിരിക്കും അല്ലേ? ഇനി ഇതേപോലെ തന്നെ 202 മുതൽ 202 മുതൽ 202, 212, 222 അങ്ങനെ 292 വരെ 10 സംഖ്യകൾ ഉണ്ടായിരിക്കും. പിന്നെ 303 തുടങ്ങി 303, 313, 323, 333 ഇങ്ങനെ തുടങ്ങി 393 വരെ 10 സംഖ്യകൾ ഉണ്ടായിരിക്കും. ഇതുപോലെ തന്നെ 404 തുടങ്ങി 494 വരെ ഉണ്ടായിരിക്കും 10 സംഖ്യകൾ. ഇങ്ങനെ 909 തുടങ്ങി 999 വരെയും 10 സംഖ്യകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആകെ ഇതുപോലെ മൂന്നക്ക സംഖ്യകളിലെ ഇരുവഴി സംഖ്യകൾ എന്ന് പറയുന്നത് എത്രയാണ്? 10 ഗുണിക്കണം 9 = 90 ആണ്. മൂന്നാമത്തെ ചോദ്യം നോക്കൂ. നാലക്ക സംഖ്യകളായാലോ? നാലക്ക സംഖ്യകളിൽ എത്ര ഇരുവഴി സംഖ്യകളുണ്ട്? നമുക്കറിയാം 1000 മുതലാണ് നാലക്ക സംഖ്യ തുടങ്ങുന്നത്. 9999 വരെയാണ് അല്ലേ? അപ്പോൾ 1001, അതായത് നടുവിലുള്ള രണ്ട് സംഖ്യകളും ഒരുപോലെ വരണമെങ്കിലല്ലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 1001, 1111, 1221, 1331, 1441, 1551, 1661, 1771, 1881, 1991 അങ്ങനെ 10 എണ്ണം ഉണ്ടായിരിക്കും. പിന്നെ 2002 മുതൽ 2992 വരെ അങ്ങനെയും 10 സംഖ്യകൾ ഉണ്ടായിരിക്കും. ഇങ്ങനെ 9009 മുതൽ 9999 വരെയും 10 സംഖ്യകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആകെ ഇരുവഴി സംഖ്യകൾ എന്ന് പറയുന്നത് 10 ഗുണിക്കണം 9 = 90 ആണ്. ഇനി ഇതിലുള്ള അഞ്ചാമത്തെ ചോദ്യം നോക്കിക്കേ. 1, 2, 3, 4 എന്നീ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാം? അവയെല്ലാം കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ഏതാണ്? ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ചെയ്യുക? ആദ്യം രണ്ടക്ക സംഖ്യ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കുക. രണ്ടക്കങ്ങൾ മാത്രം വച്ചിട്ട് എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് 2 എന്നാണ് ഉത്തരം കിട്ടുന്നത്. പിന്നെ 3 അക്കങ്ങൾ ഉപയോഗിച്ച് മൂന്നക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുക എന്ന് നോക്കുക. അപ്പോൾ 2 ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 × 2 = 6 എന്നാണ് കിട്ടുന്നത്. പിന്നെ അതുപോലെ 4 അക്കങ്ങൾ വെച്ചിട്ട് നാലക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 4 × 6 എത്രയാണെന്ന് നോക്കുക. അപ്പോൾ 24 എന്നാണ് ഉത്തരം കിട്ടുന്നത്. ഇനി ഈ സംഖ്യകളെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര വരും എന്നാണ് ചോദ്യം. നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ഏതൊക്കെ നാലക്ക സംഖ്യകളാണ് ഉണ്ടാക്കാൻ പറ്റുക എന്ന് എഴുതി നോക്കുക. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് 66,660 എന്നാണ് ഉത്തരം കിട്ടുന്നത്. അത് കറക്റ്റാണോ, ശരിക്കും കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നെടുത്ത ക്ലാസ് എല്ലാ മക്കൾക്കും മനസ്സിലായോ? സംഖ്യാലോകം എന്ന നിങ്ങളുടെ രണ്ടാമത്തെ പാഠത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. ചെറിയൊരു ചാപ്റ്ററാണ്, പക്ഷേ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചെറിയൊരു പാഠമാണ്. പാഠം ഒന്നുകൂടെ മനസ്സിരുത്തിയിട്ട് നിങ്ങൾ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചറിയാവുന്നതാണ്. 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോകളെല്ലാം നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. നിങ്ങൾക്കിനി ആവശ്യമുള്ള പാഠങ്ങൾ ഏതൊക്കെയാണെന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ നമ്മൾ ആ പാഠം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്